മനുഷ്യനായും തിളങ്ങി നിൽക്കുന്ന താര രാജാവ് മാജിക് വിസ്മയത്തിലൂടെ അനിൽ കപൂറിനെ അപ്രത്യക്ഷനാക്കിയ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഇമ്രാൻഖാന്റെ തല 360 ഡിഗ്രി തിരിച്ചും മാജിക് ലോകത്തെ തന്നെ അമ്പരപ്പിച്ച് കൺകെട്ടുകളുടെ ഉസ്താദായി നമുക്ക് മുന്നിൽ ജ്വലിച്ചു നിന്ന പ്രതിഭാസം ഉടൻ പണത്തിലൂടെ പണം വാരി വിതറിക്കൊണ്ട് നമ്മെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഹാസ്യ നർമ്മ സക്കൂട്ടുകൾ കൊണ്ട് പ്രേക്ഷകരുടെ മനം കവർന്ന മല്ലുവിന്റെ സ്വന്തം കല്ലു രാജ് കലേഷ് അദ്ദേഹത്തെ സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. താങ്ക് യു. മലപ്പുറത്തുകാരനല്ലേ? അടിപൊളി, രോമാഞ്ചമാണ്. മലപ്പുറത്തെ ഫുട്ബോൾ പിന്നെ വോയിസ് ഓവറുകൾ എന്ന് വെച്ചാൽ മലപ്പുറത്ത് ഫുട്ബോൾ ദൃക്സാക്ഷി വിവരണം അതിന്റെ ഒരു ഉസ്താദാണ്. ഒന്ന് കേറി വായിക്കോട്ടെ. ഞാൻ ഇതുവരെ എന്റെ സ്റ്റേജുകളിലൊന്നും പോയിട്ട് ഇത്രയും ഞാൻ ഈ ഒരു ആവേശത്തിൽ എന്നെ കുറിച്ച് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. സത്യത്തിൽ നീ ചത്താലും തിരക്കേട്ടില്ല. താങ്ക് യു സോ മച്ച്. ഈ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മലബാറുകാരാണ് ഏറ്റവും കൂടുതൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്നത്. ഇനിയിപ്പോൾ ബാക്കിയുള്ളവർ എന്നെ തല്ലിയാലും ഞാൻ അതേ പറയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ രുചി നോക്കാനായിട്ട് ആദ്യം എൻ്റെ ടേസ്റ്റ് ഓഫ് കേരളയാണ് തുടങ്ങിയത്. ആ ടേസ്റ്റ് ഓഫ് കേരളയുടെ ഭാഗമായിട്ട് മലബാർ മുഴുവൻ നടന്ന് സ്വാദ് നോക്കിയിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങളുടെ കമ്പം എന്ന് വെച്ചാൽ മലബാറുകാരുടെ ഫുഡിൻ്റെ ഒരു കമ്പം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഇഷ്ടം എന്ന് പറയുന്നത് ഫുട്ബോളാണ്. അത് പിന്നെ കൊച്ചിയിലാണ് കളി നടക്കുന്നതെങ്കിലും മഞ്ഞപ്പടയൊക്കെ അണിനിരന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവേശം കൊടുക്കുന്ന ആൾക്കാർ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും മലബാറിൽ നിന്നായിരിക്കും. അവിടെ പിന്നെ കൊച്ചി സ്റ്റേഡിയത്തിൽ, കലൂർ സ്റ്റേഡിയത്തിൽ കളിയുള്ള ദിവസം ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് മലബാറിൽ നിന്നാണെന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ചാനലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സ്ഥലങ്ങളിലും ഫുട്ബോളിൻ്റെ ആവേശമായിട്ട് പോയിരുന്നു. അപ്പോൾ മലബാറുകാരുടെ ഫുട്ബോൾ പ്രേമം പെണ്ണിനേക്കാൾ കൂടുതൽ കാൽപന്തിനെ സ്നേഹിക്കുന്ന ചങ്കുകളുടെ മണ്ണ് എന്നാണ് മലപ്പുറത്തെ വിശേഷിപ്പിക്കാറുള്ളത്. അതൊന്ന് പറഞ്ഞേ, അത് നിങ്ങളുടെ ഭാഷയിലൊന്ന് പറഞ്ഞേ. കാൽപന്തിനേക്കാൾ കൂടുതൽ പറ. പെണ്ണിന് പകരം പന്തിനെ പ്രണയിച്ച ആൺകുട്ടികളുടെ സാമ്രാജ്യം അതാണ് മലപ്പുറം. അങ്ങനെയാ പറയുന്നത്. അപ്പൊ ഞാൻ ഫുട്ബോൾ കളി കണ്ടിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഫുട്ബോൾ കളി കണ്ടിട്ടേ ഉള്ളൂ. നമ്മുടെ അനസിന്റെ ഒക്കെ ഫുട്ബോൾ കളി കണ്ടിട്ടുണ്ട്. ഗോകുലം കേരള FC കളിച്ചു. ഇന്ത്യൻ ടീമിൽ കളിച്ചപ്പോൾ അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ ഗോകുലം കേരള FC കളിച്ചപ്പോഴത്തേക്ക് അത് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത സുഹൃത്തും കൂടിയാണ്. ഫുട്ബോളിന്റെ ഒരുപാട് പേര്, റാഫിച്ചയ, പിന്നെ കുറെ പേര് നമ്മുടെ സുഹൃത്തുക്കൾ, വിനീത്, അങ്ങനെ കുറെ പേര് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അതിലൊരു സുഹൃത്താണിത്. എനിക്ക് മാധ്യമത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് വർഷമായിട്ട്, ഒരു 10-13 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 60-ലധികം ഈവെന്റുകൾ മാധ്യമമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. മാധ്യമം, പ്രത്യേകിച്ച് ഗൾഫ് മാധ്യമം 25ാം വർഷത്തിലേക്ക് കടക്കാൻ പോവാണ്. അതിൽ ഏകദേശം ഒരു 13 വർഷമായിട്ട് ഞാനും ഗൾഫ് മാധ്യമത്തിൻ്റെ കൂടെ വന്ന ആളാണ്. എനിക്ക് ഗൾഫ് മാധ്യമത്തിലൂടെയും അതുപോലെ മീഡിയ വണ്ണിൻ്റെ ട്രീറ്റ് എന്ന് പറയുന്ന പരിപാടിയിലൂടെയും ഒരുപാട് ആരാധകരാണ് ഗൾഫിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ നന്ദി, സന്തോഷം ആദ്യം തന്നെ ഞാൻ അറിയിക്കുന്നു. കമോൺ കേരള, എജു കഫേ, നമുക്ക് പിന്നെ അനുകരിക്കാൻ പറ്റാത്ത, ആർക്കും അനുകരിക്കാൻ പറ്റാത്ത അത്രയും വലിയ ഷോസ് ആണ്. കമോൺ കേരള എന്ന് പറയുന്ന ഷോ ഷാർജയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ്. ഷാർജ ബുക്ക് ഫെയറിനേക്കാൾ കൂടുതൽ ആൾക്കാരെ കയറ്റിക്കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നത് നമ്മുടെ കമോൺ കേരളയ്ക്കാണെന്നുള്ള കാര്യം കൂടി പറയട്ടെ. ടിക്കറ്റ് സെയിൽ പോലും ക്ലോസ് ചെയ്ത് വെച്ചുകൊണ്ട് കമോൺ കേരള സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അത്രയധികം ക്രൗഡിനെ അതിനുള്ളിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഷാർജ പോലീസ് പറഞ്ഞതിൻ്റെ പേരിൽ. അപ്പോൾ അത്രയും ക്രൗഡ് വരുന്ന ഷോ ആണ് ഈ കമോൺ കേരള എന്ന് പറയുന്നത്. എല്ലാ വർഷവും നടക്കുന്നു. ഈ ജൂണിലും കമോൺ കേരള നടക്കുന്നുണ്ട്. അതിൻ്റെ 5th എഡിഷൻ നടക്കുകയാണ്. പിന്നെ 6th എഡിഷൻ, 6ാമത് എഡിഷനാണ്